പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നമസ്കാരം. KF ഇക്ബാലാണ്. കാലമാകുന്ന ചിറകടിയിൽ സ്വന്തമായിരുന്നതൊക്കെ കൺമുന്നിലൂടെ കൊഴിഞ്ഞുപോയ അനാഥത്വത്തിന്റെ തീവ്രമായ വിരഹദുഃഖം നന്നായി അനുഭവിച്ച, ഒന്നായി ഒഴുകിയ സായാഹ്നങ്ങളിൽ പെയ്തൊഴിയാത്ത കാർമേഘമായി അവന്റെ മാതാപിതാക്കൾ അവനിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ടപ്പോഴും അവന്റെ ചിന്തകൾ മാത്രമായിരുന്നു അവനോടൊപ്പം ഉണ്ടായിരുന്നത്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിൽ മംഗൽപാടി പഞ്ചായത്തിലെ ഹേരൂർ ചിന്നമുഗർ നീറമൂല ഹൌസിൽ താമസിക്കുന്ന 17 വയസ്സുകാരനായ അബ്ദുൾ റഹ്മാനാണ് അനാഥത്വത്തിന്റെ കയ്പുനീര് മതിവരോളം ആസ്വദിച്ച ആ ബാലൻ. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അബ്ദുൾ റഹ്മാന് 2 സഹോദരിമാർ കൂടിയുണ്ട്. മാതൃസഹോദരന്മാരും കൂടപ്പിറപ്പുകളായ നാട്ടുകാരും ബന്ധുമിത്രാദികളുടെയും കനിവിലായിരുന്നു പിന്നീടങ്ങോട്ട് അവന്റെ ജീവിതയാത്ര. 1 വർഷം മുമ്പാണ് ചെറിയൊരു തലകറക്കം മൂലം ഉപ്പളയിലെ ആശുപത്രിയിൽ അബ്ദുൾ റഹ്മാൻ ചികിത്സ തേടിയെത്തിയത്. തന്റെ ഇരുവൃക്കകളും പ്രവർത്തനരഹിതമാണെന്ന് അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ അറിയുന്നത്. പകച്ചുപോയ ആ ബാല്യം പിന്നീടങ്ങോട്ട് ഡയാലിസിസ് മുറികളിലെ ഇഷ്ടത്തോഴനായി മാറിയത് നമ്മളെല്ലാം കണ്ടതാണ്. കളിക്കളത്തിലെ മാന്ത്രിക പ്രകടനവുമായി കൂടെയുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്ന അവന്റെ കൈകൾ ഇന്ന് ഡയാലിസിസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിസ്റ്റുലകളുടെ താവളമാണ്. സൗഹൃദങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ട അവന്റെ ഇന്നത്തെ ദുരവസ്ഥ കണ്ട് കൂട്ടുകാർ പോലും അസ്വസ്ഥരാണ്. യാതൊരു ദുശീലങ്ങളോ ഫാസ്റ്റ് ഫുഡുകളുടെ തീറ്റയോ ഒന്നുമില്ലാതെ എങ്ങനെയാണ് അവനെ ഇത്രയും വലിയ മാരകമായ രോഗം കവർന്നെടുത്തതെന്ന് അവർക്കറിയില്ലായിരുന്നു. ആഴ്ചയിൽ 3 ഡയാലിസിസുകൾ ശോഷിച്ചുണങ്ങിയ ആ ശരീരത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. വൃക്കകൾ മാറ്റിവെക്കാൻ 1,35,000 വേണം. ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ഈ തുക തികച്ചും അനാഥനായ ഈ ബാല്യം എങ്ങനെ സ്വരൂപിക്കും? അങ്ങനെയാണ് സിനിമാ കഥ പോലെ ഹേരൂർ എന്ന ഗ്രാമം ജാതിമത ഭേദമന്യേ കൂട്ടായ്മയിലൂടെ അവനു വേണ്ടി ഒന്നിച്ചത്. അസുഖബാധിതരായ സഹോദരിമാരുടെ വൃക്ക സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഭീമമായ ചികിത്സയ്ക്ക് തുക സ്വരൂപിക്കേണ്ടി വരുന്നത്. കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ ഹേരൂർ ഗ്രാമവാസികൾ ഒരുക്കമല്ലാത്തതുകൊണ്ടാണ് തിരശീല വീഴുന്നതിന് മുമ്പായി അവനൊരു രക്ഷാകവചമായി അവർ ഒന്നിക്കുന്നത്. വിധിയുടെ നൂലിഴകൾക്കിടയിൽ കൊഴിഞ്ഞു പോകാൻ വെമ്പൽ കൊള്ളുന്ന മന്ദഹാസത്തോടെ നമ്മെ നോക്കി പുഞ്ചിരി തൂകുന്ന അബ്ദുൾ റഹ്മാന് ഇനി നമ്മളാണ് കൈത്താങ്ങാവേണ്ടത്. ഒന്നായി തുടങ്ങിയ യാത്രയുടെ അവസാനം വെറും അപരിചിതരെ പോലെ കടന്നുപോകാൻ വിധിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ അവനൊന്ന് കൈത്താങ്ങായാൽ അകാലത്തിൽ പൊലിഞ്ഞ അവന്റെ മാതാപിതാക്കൾ നക്ഷത്ര ലോകത്തു നിന്നും ഒരുപാട് സന്തോഷിക്കാതിരിക്കില്ല. ആഗ്രഹങ്ങളുടെ അറ്റം ഡയാലിസിസ് എന്ന നൂലിനാൽ ബന്ധിച്ചപ്പോൾ പറക്കാൻ കൊതിച്ചിരുന്ന അവന്റെ ചിറകുകൾക്ക് അത് വലിയ ക്ഷീണമായിരുന്നു. അറ്റമില്ലാത്ത വിഹായസിൽ ആഗ്രഹങ്ങളുടെ ആകാശത്തേക്ക് അവന് കുതിച്ചു പറക്കാൻ ഈ ഉദ്യമം വിജയിക്കണം. അവൻ പൂർവാധികം ശക്തിയിൽ ഒരു ഇളം കാറ്റായി നമ്മുടെ ഇടയിൽ സൗരഭ്യം പരത്താൻ സഹായിക്കേണ്ടത് നമ്മളാണ്. ഈ വീഡിയോ അവന്റെ ജീവിതമാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നീടുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സഹായിക്കാനും ഷെയർ ചെയ്യാനും നമ്മളൊന്ന് പരിശ്രമിച്ചാൽ അബ്ദുൾ റഹ്മാൻ നമ്മുടെ ഇടയിൽ ജീവിക്കും. പെയ്തിറങ്ങിയ നോവുകളുടെ ചോരപ്പാടുകൾ മുറിവുണങ്ങാതെ ഇന്നും ഹൃദയതാളുകളിൽ അവശേഷിക്കുന്ന അവന് അത് വലിയ ആശ്വാസമാകും. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഷെയർ ചെയ്യാനും സഹായിക്കാനും. നിങ്ങളുടെ സ്വന്തം KF ഇക്ബാൽ.